ഇരു കൈകളും കാലുകളും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ രണ്ടാമത് ഇടം നേടിയ കൊച്ചുമിടുക്കിക്ക് ആദരമർപ്പിച്ച് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 4.5 കിലോമീറ്റർ കായൽ ദൂരം നീന്തിക്കടന്നാണ് ലയ ബി നായർ വീണ്ടും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുന്നത്. അനുമോദന ചടങ്ങ് കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. 1 വർഷം മുൻപായിരുന്നു കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന ലയ ആദ്യമായി വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്നത്. കൈകളും കാലുകളും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ 4.5 കിലോമീറ്റർ നീന്തിക്കടന്ന ലോകത്തിലെ ആദ്യത്തെ പെൺകുട്ടി എന്ന ബഹുമതി നേടിയ കൊച്ചുമിടുക്കി ലയ ബി നായർക്ക് ലയയുടെ വിദ്യാലയമായ സെയിന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ അനുമോദന ചടങ്ങ് കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. 96 വർഷക്കാലത്ത് ഒരു വലിയ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ വിദ്യാലയത്തിൽ പ്രിയപ്പെട്ട ലയയെ പോലുള്ളൊരു നേട്ടം കൈവരിച്ച ആരും ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ലയയെ സംബന്ധിച്ച് കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തു എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ്. 1 വർഷം മുമ്പ് കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന ആദ്യത്തെ പെൺകുട്ടിയായ ലയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരുന്നു. 2023 നവംബർ 12-ന് കൈകളും കാലുകളും ബന്ധിച്ച് 4.5 കിലോമീറ്റർ വേമ്പനാട്ടുകായൽ നീന്തിക്കടന്നാണ് ലയ വീണ്ടും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുന്നത്. റെക്കോർഡ് സർട്ടിഫിക്കറ്റും പതക്കവും ഉൾക്കൊള്ളുന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ബോക്സ് MLA ആന്റണി ജോൺ വേദിയിൽ അനാവരണം ചെയ്തു. തുടർന്ന് വേദിയിൽ കുട്ടിയെ അനുമോദിക്കുകയും സ്കൂളിൽ നിന്നുള്ള അനുമോദന ഉപഹാരങ്ങൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ കുട്ടിക്ക് നൽകുകയും ചെയ്തു. ലയക്ക് നൽകിയ അനുമോദനത്തോടൊപ്പം സ്കൂൾ PTA അംഗം അനിൽ രാഘവൻ കൊത്തിയെടുത്ത മനോഹരമായ ശില്പം സ്കൂൾ PTA അംഗങ്ങൾ MLA ആന്റണി ജോണിന് ഉപഹാരമായി നൽകി. കൂടാതെ വിവിധ മത്സരങ്ങളിൽ റവന്യൂ തലത്തിൽ വിജയികളായ കുട്ടികളെയും വേദിയിൽ അനുമോദിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ കരോളിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ മുഖ്യാതിഥിയായിരുന്നു. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ KK ടോമി, വാരപ്പട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ KV തോമസ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ, PTA പ്രസിഡന്റ് സോണി മാത്യു പാമ്പക്കൽ, അധ്യാപിക സിസ്റ്റർ ബെൽസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മധ്യ കേരളത്തിലെ അത്യപൂർവ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമായ പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2024 ജനുവരി 19 മുതൽ 26 വരെ.